അപ്പോൾ ഗൈസ് ഇതെന്താണെന്നറിയാം, എഡ്യൂക്കേഷൻ സിറ്റിയിലെ ഇനി മെട്രോ തന്നെ പറയാ, ട്രാംബേ. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോയെന്ന്. എന്താണ് ഓടിക്കണ? എന്താ ബസ് ഓടിക്കണ? പക്ഷെ പോവില്ല. അതൊക്കെ ഒന്നും ഉരുട്ടാനേ ഉള്ളു. എന്റെ റൂമിലുണ്ട് ഏതോ പണിക്കാരനെടുത്തോണ്ട്. അങ്ങനെ നമ്മള് ട്രാമിൽ കയറി. അതാ പള്ളിയാണ് അടുത്താണ് കാണുന്നത്. ആ പള്ളിയിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഗൈസ്. പള്ളിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എഡ്യൂക്കേഷൻ സിറ്റിയിലുള്ള വളരെ മനോഹരമായ പള്ളിയാണത്. ആ ഓക്കെ. സോ നമുക്ക് നടക്കാൻ 1 കിലോമീറ്റർ ഉണ്ട്. സോ നമ്മൾ നടക്കുന്നില്ല, ട്രാമിൽ പോകുന്നു. അല്ല നല്ലത് ട്രാമിൽ പോവാം. സാർ ട്രാമിൽ പോണ അല്ല നടക്കണ? പുതിയ ആൾക്കാർക്ക് ട്രാമിൽ പോകാനാണ് താല്പര്യം കൂടുതൽ. ഗൈസ് ദിസ് ഈസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അവിടെ ഖത്തർ നാഷണൽ ലൈബ്രറി, ഇവിടെ ഖത്തർ മോസ്ക്. ഇവിടെ നിങ്ങൾക്ക് ട്രാമിൽ കയറാം. ട്രാമിൽ കയറാൻ വേണ്ടി നാട്ടിൽ നിന്ന് പറന്നെത്തിയ 2 യുവമിഥുനങ്ങൾ. ശ്രീനിയാലക്കോട്. അപ്പറാന്ന് ബാ ഓടിയോ. അങ്ങനെ ഇതാ ഗൈസ് മെട്രോ എത്തിയിരിക്കുന്നു. ട്രാം എത്തിയിരിക്കുന്നു. നമ്മളടുത്ത് ഇതാ പള്ളിയിലേക്ക് പോകാനുള്ള ട്രാം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നു. യെല്ലോ ലൈൻ. നല്ലൊരു ഡ്രൈവർ മാമയുണ്ട് ഇത്. യെസ് അവിടെ ഇരുന്നോ. എങ്ങനെയുണ്ട് അപ്പാച്ചി? ഇത് കാണുന്നില്ല. ഇത് ചെറുങ്ങനെ ഒന്ന് സെറ്റ്. Yes guys, we reached Education City Mosque. Yes, അവിടെയാണ് പള്ളി. Finally we reached in the mosque, Education City Mosque. ഇതാണ് ഗൈസ് എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക്. ട്രാം പോയിരിക്കുന്നു. നമ്മൾ നേരെ ട്രാമിൽ ഇറങ്ങിയ നേരെ എഡ്യൂക്കേഷൻ സിറ്റി മോസ്കിലേക്ക്. നമ്മൾ വൺസ് എഡ്യൂക്കേഷൻ സിറ്റിയിൽ വന്നാൽ നമുക്ക് ഓക്സിജൻ പാർക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ജസ്റ്റ് ട്രാമിൽ കയറിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ലൈബ്രറി, ഖത്തർ നാഷണൽ ലൈബ്രറിയും എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു വേറൊരു ഫീല്, അതായത് ഖത്തറിൽ നിന്ന് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള ഫീലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലാണ് ഈ എഡ്യൂക്കേഷൻ സിറ്റി എന്ന് പറയുന്ന ഒരു സ്പേസ് നമുക്ക് നൽകുന്നത്. ആസ്വദിച്ച് നടക്കുക നിങ്ങൾ? നവാസ് ആസ്വദിച്ച് നടക്കുന്നു. എന്തിവിടെ ആസ്വദിക്കുന്നു നീ? വിശാലമായ സ്ഥലം. ഈ സ്ഥലം പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിന്റെ ഒരു കുളിർമയാണ്. വേറൊന്നും ആസ്വദിക്കുന്നില്ല. ഈ നിർമ്മാണം, ഈ അമേസിങ് ആർക്കിടെക്ട്. ഇത് ദിസ് ഈസ് മിനാരത്തൈൻ മസ്ജിദ്. 2 മിനാരം. ഈ മിനാരായിരിക്കും അതിൽപ്പെട്ടത്. ഇത് തന്നെ. ഇതിലെ കൂടി നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നടന്ന് ബുദ്ധിമുട്ടാതെ എലിവേറ്ററിൽ പോകാനുള്ള സൗകര്യവും ഈ പള്ളിയിൽ സജ്ജമാണ്.
അങ്ങനെ നമ്മൾ നടന്ന് എവിടെ എത്തിയ എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക്. എവിടെയാന്ന് അവിടെ ഇരിക്കും, ആ സെക്യൂരിറ്റിയിൽ എടുത്താ. സ്നേഹമില്ല മനുഷ്യന്മാരല്ലേ നമ്മളെ നാട്ടിലാണെങ്കിലും ആരെങ്കിലും തിരിഞ്ഞു നോക്കും. അവരല്ല നാടിനെ കുറ്റപ്പെടുത്തി പറയല്ലേ ബ്ലോഗിൽ പൊങ്കാലിടും. നാടിന് ഓവറ് നമ്മളെ നാട്ടിലാണ് തിരിഞ്ഞു നോക്കുന്നു. ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് വെരി നൈസ്. അപ്പോൾ നമുക്ക് ഉള്ളില് ഫിലിമിങ് ഇല്ല. എന്തേ നോക്കൂ ഗായ്സ്, നൈസ് വ്യൂ. ഈ പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ അവിടെ നിന്ന് മെട്രോ പോകുന്നതാണ്, സോറി ട്രാം പോകുന്നതാണ്. ഓ എത്ര ആള് ടൂറിസ്റ്റ്. അതെ ടൂറിസ്റ്റ് തന്നെ, ഗൈഡെല്ലാം ഉണ്ട്. ഈ പള്ളിയിലൊരു പ്രത്യേകത ഉണ്ട്, അറിയോ എന്താണ്? കുത്തുബയൊക്കെ നമുക്ക് മലയാളത്തിൽ കേൾക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട്. ട്രാൻസ്ലേറ്റർ തരും. ജുമാക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റർ തരും. ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുന്ന ലാംഗ്വേജിലേക്ക് ഇവിടുത്തെ ഖുതുബ മാറിയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഹെഡ്സെറ്റിൽ. അത് ആദ്യം വരുന്ന കുറച്ചാൾക്കേ കിട്ടൂ, എല്ലാവർക്കും കിട്ടണമെന്നില്ല. വാവ്, ഇറ്റ്സ് അമേസിങ് ആൻഡ് വെരി വെരി നൈസ്. ആർക്കിടെക്ചർ വൈസ് ഇറ്റ്സ് അമേസിങ്. വെരി നൈസ് place. Wow, just looking like a wow. Look guys, നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോർ ലെവലിൽ എത്തിയപ്പോൾ ഒരു അമേസിങ് വ്യൂ, അസാധ്യ കാഴ്ചകൾ. വാളിനൊക്കെ അറബിക് കാലിഗ്രാഫിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു പ്ലാൻസ്. ഇറ്റ്സ് നൈസ്, വെരി നൈസ് അല്ലേ, സൂപ്പർ വൈബ് അല്ലേ. ഈ നടുക്കുള്ള ഈ ഗ്രീനറി ഒക്കെ എന്താണ്? എന്താ ഇതിന് അബുലെ? നീ കാലിഗ്രാഫി ചെയ്യലില്ല? അറബിക് കാലിഗ്രാഫി ചെയ്യില്ല? ലുക്ക് ഗൈസ്, വൈകുന്നേരം ഒരു 4:20 ഉള്ള ഇവിടുത്തെ വ്യൂ ആണ്. ഇറ്റ്സ് അമേസിങ് വ്യൂ. നല്ലൊരു കിടിലം ഫ്രെയിം കിട്ടുന്നൊരു വ്യൂ ആണ് ഈ ടൈമിൽ. എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക് ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വിസിറ്റ് ചെയ്തോളൂ. അത്രയും കിടിലം പ്ലേസ്. ഒന്നുമില്ല, ഇതെല്ലാം നോക്കപ്പാച്ചി, ഇതെല്ലാം കിട്ടോ? ഈ വൈബ് കിട്ടോ നാട്ടില്? നീ അടുത്ത് തന്നെ നിന്നു സ്ഥിരമായിട്ട്. നല്ല സുഖമല്ലേ, തോന്നുമ്പോ ഉറങ്ങി എണീക്ക. ഇതാണ് ആ മിനാരത്തിന്റെ മിനാരം ഇതാണ് മിഅദൈൻ മിനാരത്തിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം.
ഇതാണ് നമ്മളെ പള്ളിയുടെ മുകളിൽ നിന്നുള്ള വ്യൂ. നൈസ് വ്യൂ, അമേസിങ്, റിലാക്സ്ഡ് ആൻഡ് ചിൽ വ്യൂ. ഇതാണ് ഒരു മിനാരം, ഇത് രണ്ടാമത്തെ മിനാരം. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ എലിവേറ്റർ കണ്ടുപിടിച്ചു. തിരിച്ചിറങ്ങാൻ നമ്മൾ എലിവേറ്ററിൽ. കാരണം നീ ഇപ്പോ നടന്നിട്ടാ പോയെങ്കിൽ ഇത്രയും മുഞ്ചുള്ള എലിവേറ്റർ കാണാൻ കഴിയുമെങ്കിൽ അതും കേറ്റൂല. സെക്യൂരിറ്റി ഉണ്ടാവും. സെക്യൂരിറ്റി പാസ് ഉണ്ടാന്ന് വെച്ചിട്ട് പുറത്തു. ഇതെല്ലാം പെരുവട്ടാ. ഇതൊന്നും എനിക്ക് ഉത്തരവാദിത്തമില്ല ഗൈസ്. ഇതൊന്നും വ്ളോഗ് ഉടമക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഒന്നും മനസ്സിലാകുന്നില്ലേ. അങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ സിറ്റി മസ്ജിദ്, എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക് കവർ ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് മോസ്ക്? ജെന്യുവിനായിട്ടുള്ള അഭിപ്രായം പറ. നാളെ രണ്ടാൾ കണ്ടിട്ട് വരുമ്പോ നീ പറഞ്ഞിട്ട്. നല്ല അടിപൊളി മോസ്ക് ആയിരുന്നു. കാണാനൊക്കെ ഒരുപാടുണ്ട്. ഇരിക്കാനും നല്ല ഫോട്ടോസ് എടുക്കാനും അതിനൊക്കെ പറ്റിയ നല്ല ഒരു അറ്റ്മോസ്ഫിയർ. അതിന് നീ എന്തിനാ ഇത്ര ഗൗരവം പിടിക്കുന്നത്? ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എന്താണ് അങ്ങനെ നിൽക്കുന്നത്? അസംബ്ലി പോയിന്റ്. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പേരിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നതാണ്? എന്താണ്? ഒറ്റ മൈനെ കണ്ടിട്ട് 2 മൈനെ കണ്ടാൽ കിടക്കണം. അതിന് എടുത്ത് നീ എടുത്ത് മൈനെ കാണില്ല ഇപ്പൊ ഇവിടെ കത്തർന്ന്. ആ ഓക്കെ 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 ഓക്കെ. ഇപ്പൊ 2 ഇല്ലേ? വിട്ടെ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സിറ്റി മോസ്കിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാളെ നമ്മൾ പുതിയ വീഡിയോ, എഡ്യൂക്കേഷൻ ഖത്തർ നാഷണൽ ലൈബ്രറിൻ്റെ പുതിയ വീഡിയോ കമ്മിങ് സൂൺ.